ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരൊറ്റ കാരണം ഉണ്ടാവും: മാനസിക പിരിമുറുക്കം. എനിക്കും ഒരു സമാധാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ആ ഒരൊറ്റ തോന്നലിന് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛൻ, അമ്മ, കൂടപ്പിറപ്പുകൾ, പിന്നെ എൻ്റെ മകളും, ഒരുപാട് സ്വപ്നങ്ങളും. ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സ്വന്തം നന്ദകുമാർ. എന്താ എന്ത് പറ്റി? എന്തൊരു ശബ്ദം കേട്ടത്? അച്ഛൻ എന്റെ സ്വപ്നം കണ്ടു. നമ്മുടെ കുട്ടമോൻ എന്തോ അപകടം പറ്റിയെന്ന്. എന്താടി? അച്ഛൻ കുട്ടമോനെ സ്വപ്നം കൊണ്ടു തോന്നുന്നുണ്ട്. അതാച്ചാ അവനൊക്കെ കണ്ടിട്ട് കുറെ നാളായില്ലേ, അതാവും. എന്താച്ചാ വല്ല വിഷമം തന്നില്ല അച്ഛനെ? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയി കിടന്നു. ഞാനൊന്നും കുട്ടമോനെ സ്വപ്നം കണ്ടതാ. വീട് കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നേ. ആ കുറച്ച് ഭസ്മം എടുത്താ മോളെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയി കിടന്നോ. അച്ഛൻ കിടന്നേ. അച്ചാച്ചന് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ ചേച്ചാ? അച്ഛനൊരു കുഴപ്പമില്ല, ഒന്ന് പോയി കിടന്നോ. അച്ഛാ വായ നടന്നേ. അച്ഛൻ ഒറ്റയ്ക്ക് കിടക്കണ്ട, നിങ്ങൾ കൂടെ കിടന്നോ. അച്ഛൻ കിടക്കണ്ട അച്ഛ, ഞാൻ കിടന്നോളാം. അച്ഛൻ പൊക്കോ. എന്നാ വാടി, അവള് കിടന്നോളൂ. വാ അച്ഛാ. ആ മോള് വെള്ളം വെച്ച. എന്താ ചേച്ചാ? ചേച്ചന്റെ പൊന്നൊരു കാര്യം ചെയ്യോ, കുട്ടമോനൊന്ന് വിളിക്കോ. ഈ നേരത്തോ? സമയം എത്രയെന്നറിയോ അച്ഛന്? അച്ഛന്റെ പൊന്നല്ലേ, ഒന്ന് വിളിക്കോ. അച്ചാച്ചനൊരു സമാധാനം കിട്ടാനാ. സമയം 1:30 ചേച്ചാ. ഇപ്പൊ വിളിച്ചാൽ ഏട്ടൻ എടുക്കുവോ? ഏട്ടൻ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കില്ലേ? അവള് വിളിച്ചു നോക്ക്, അവനെടുത്തോളൂ. എടുക്കുന്നില്ല. കഴിക്കുന്ന വിലം ബാലൻസ്. എക്സ്റേ, അൾട്രാസൗണ്ട്, എല്ലാ സർവീസും ഉണ്ട്. ഇവിടെ ഗൈനോ സർവീസ് ഒക്കെ അവൈലബിൾ അല്ലേ? ഗൈനക്കോളജി എന്ത് പരിപാടി? അതിനൊന്നും ആയില്ലല്ലോ. അന്തിക്കാട്. തൃശ്ശൂർ. ശരി, ഓക്കെ, താങ്ക് യു മാഡം. അവർ മാരീഡൊന്നുമല്ല, പക്ഷെ നല്ല പെയറാണ്, പക്ഷെ ക്യൂട്ടാ. ഇവിടെ നല്ല സർവീസ് അല്ലേ? എന്നെ നന്നായി പരിശോധിച്ചല്ലോ ഡോക്ടർ. ആ നമുക്ക് ഇവിടുന്ന് ഓരോ ചായ പിടിച്ച് മരുന്ന് വെച്ച് പോവാം. ഇവിടെ മസാല ദോശ ഉണ്ട്. ചേച്ചി ഇവിടെ മസാല ഇല്ലേ? ഇന്ന് 2 മസാല. ഇന്ന് വാലന്റൈൻസ് വേണ്ട എന്ത് പ്രണയ ജോഡികളാ, ഫുൾ കപ്പിൾസ്. ചായ കുടിക്കട്ടെ ആദ്യം, ആദ്യം കാതല്, അത് കഴിഞ്ഞിട്ട് കാതല്. ഈ തുടക്കത്തിൽ എന്നോട് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. നമ്മൾ അന്ന് ഇഡലി സാമ്പാറും പോലെ ഇല്ലടി, സാമ്പാറില്ലാതെ എന്തോന്ന് ഇഡലി. ഇത് പിടിച്ചോടിക്കുന്നോ? ചേച്ചി എന്നാ ഒരു ഇഡലിയും കൂടെ. ശരി, ഓക്കെ. ചേച്ചി സാമ്പാർ കുറച്ച് കൂടുതൽ കഴിച്ചോ. ചമ്മന്തിന്റെ ചട്നി ചോദിച്ചോ? അപ്പൊ നീ സാമ്പാർ മതിന്ന് പറഞ്ഞിട്ട് ചമ്മന്തിയോ? അത് ശരി, എല്ലാ ആണുങ്ങളും ഇങ്ങനെ ഒന്നിൽ ഒതുങ്ങി നിക്കത്തില്ല. നിങ്ങളെ എനിക്കറിയാം. ഇനി അത് പറഞ്ഞു കാണുന്നുണ്ടോ? നമുക്കൊരു സെൽഫി എടുക്കാം. നമുക്ക് അവിടെ പോയി എടുക്കാം, അവിടെ നല്ല സീനറിയാ. സെൽഫി
ചിരിക്കടാ. നോക്കിയേ, ഇത് പോസ്റ്റ് ചെയ്യട്ടെ. എന്താ എനിക്ക് ക്യാപ്ഷൻ ഇടാ? ഇത്രയും ഭംഗിയുള്ള ജോഡി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ടോപ്പാണ് ജോഡി. ഞാനൊരു ജോഡിയെ കാണിച്ചു തരാം, ഇന്ന് കണ്ടത്. ഇത് എങ്ങനെയുണ്ട്? ഈ പെൺകുട്ടി മാത്രല്ല, ചെറുക്കനും കൊള്ളാം. നല്ല ക്യൂട്ട് ആയിട്ട്, സിമ്പിൾ ആൻഡ് ഹമ്പിള്, ഒരലങ്കാരവും മേക്കപ്പ് ഇല്ലല്ലേ. ഒരു ഫോട്ടോയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? ഇറങ്ങാൻ വരട്ടേന്ന്. ഒരു മിനിറ്റ്, ഞാൻ പോവാ. ഒരു മിനിറ്റ്. എന്താ കാര്യം? നേരം വൈകി. നിങ്ങളവിടെ ഇരിക്കേ, പോവാം. കാര്യം പറ. ഇന്നലെ മുതൽ നീ മുഖം വീർപ്പിക്കലും ദേഷ്യപ്പെടലൊക്കെ ആയിരുന്നല്ല. നിന്റെ പിണക്കവും വഴക്കൊക്കെ മാറിയ? കണക്കൊന്നും തീർന്നിട്ടൊന്നുമില്ല. നാളെ വാലന്റൈൻസ് ഡേ ആ. ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാനാ. അതിന്റെയും കൂടി ഒരു കുറവുള്ളൂ. ഇവിടത്തെ കടിപിടി ഒന്ന് നാട്ടുകാരെ അറിയിക്കണ്ടല്ലോ. അറിയിക്കടി. ശരിക്കും നീ അതാ അറിയിക്കേണ്ടത്. നിന്റെ യഥാർത്ഥ സ്വഭാവം നാട്ടുകാർക്ക് അറിയില്ലല്ലോ. നിങ്ങൾ വരുന്നുണ്ടാ ഇവിടെ കോപ്പില് വർത്താനം പറയാണ്ട്? സൗകര്യമില്ല നിന്റെ കൂടെ ഫോട്ടോ പണി നോക്കി. ഇത് ഞാൻ നിങ്ങളെ കണ്ണീര് കുറിപ്പിച്ചിലേക്ക് നോക്കിക്കോ. നിങ്ങള് സംഗതി പഴയതാണ്. പോസ്റ്റ് ചെയ്യാം. ആരതമ്മയ്യ വയമ്മയി. എന്റെ മോള് രേണു, നിന്നെ കാണാതെ അമ്മയുടെ നെഞ്ചു പടയായിരുന്നു മോളെ. ഞാൻ ഇന്നലെ നിന്നെ സ്വപ്നം കണ്ടോ? മോള് ക്ഷീണിച്ച? വാമയി. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ കാര്യങ്ങള്? ഇത് വന്നേ, നീ ഇവിടെ ഇരുന്നേ, അമ്മായി ചോദിക്കട്ടെ. അമ്മായി പറഞ്ഞ പോലെ അവൻ ശരിയായില്ലടി. കൊറേയൊക്കെ. വീട്ടിലേക്കുള്ള പോക്ക് ഞാൻ നിർത്തിച്ചു. ഫോൺ വിളി ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. വിളിപ്പിക്കരുത്, ഒരു കാരണവശാലും വിളിപ്പിക്കരുത്. എന്റെ നാത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറ്റാണ്, പരമ ചെറ്റ. ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല അമ്മായി. എന്റെ ഭർത്താവ് എനിക്കുള്ളതാ. അവരുടെ മകനാണുള്ളതൊക്കെ ശരി. കുറെ കാലായില്ലേ അമ്മായി, എനിക്കും ജീവിക്കണ്ടേ. എനിക്കൊരു മോള് വളർന്നു വരണതാണ്. അതന്നെ മോളെ, അങ്ങനെ തന്നെ വേണം. അവനവിടന്നേ പറിച്ചു കൊണ്ടുവന്നത് നന്നായുള്ളൂ. ഇനി ഞാൻ വിടില്ല അമ്മായി. രേണു പഴ ആളല്ലപ്പോ. ഒരു പെണ്ണായിട്ടും അടുക്കാൻ അനുവദിക്കരുത്. ആണുങ്ങളുടെ മനസ്സാ എപ്പോഴാ മാറാന്നറിയില്ല. അതെ, അവന്റെ മേലൊരു കണ്ണ് വേണം. ഫോൺ വിളിക്കുമ്പോ ഫോൺ ചെക്ക് ചെയ്യണം. ഇല്ല അമ്മായി, ഇനി അവൻ കളിക്കില്ല. എന്നെ വലിയ പേടിയാ. അങ്ങനെ തന്നെ വേണം പെൺകുട്ടികള്. ഭർത്താക്കന്മാരെ പേടിപ്പിച്ച് നിർത്തണം. നമ്മുടെ പാവാടയൊരറ്റം അവന്റെ അരയിൽ കെട്ടിയിട്ട് അതിന്റെ അറ്റം മോളുടെ കയ്യിലുണ്ടായിരിക്കണം. അതാണ് പെൺകുട്ടികളുടെ മിടുക്ക്. അമ്മായിക്ക് വിശക്കുന്നുണ്ട് മോളെ, എന്തിട്ടുള്ളത് കഴിക്കാനായിട്ട്? അമ്മായി വാ അമ്മായി, അമ്മായിക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട്. എനിക്കിഷ്ടണ്ടായിട്ടൊന്നല്ല, മോള് പറഞ്ഞോണ്ട് മാത്ര. നീ നിന്റെ വീട്ടുകാരെ വിളിച്ചടി. അപ്പൊ നിങ്ങക്ക് നിങ്ങളുടെ വീട്ടുകാരെ വിളിക്കാലേ? നടക്കൂല ഏട്ടാ മോനെ. നിങ്ങളുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തിട്ട് ഒരു പരിപാടി ഇവിടെ നടക്കില്ല ഏട്ടാ. നടക്കണ്ട. പിന്നെ മോള് പറഞ്ഞ പോലെ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനെ വിളിച്ചോ. അതും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, പിന്നെ മോള് പറഞ്ഞ കാരണ. അപ്പൊ വെഡിങ് ആനിവേഴ്സറി നടത്താൻ തീരുമാനിച്ചു. എത്രാമത്തെയാണ് അച്ഛാ? ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം ഞാൻ ഓർക്കാറില്ല എന്റെ പൊന്നു മോളെ. അതിന് അച്ഛന് വല്ല വെളിവും വെള്ളിയേശം ഉണ്ടായിട്ട് വേണ്ടേ? 14-ാമത്തെയാ. മുല്ലത്തറ നന്ദകുമാർ ആൻഡ് രേണുക ഈശ്വരി 14 വർഷം. അച്ഛാ അമ്മ, അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. ഇരിക്കാനല്ല വന്ന, ആഘോഷിക്കാനാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇത് നിങ്ങൾക്കില്ല കേട്ടോ, അത് മോൾട്ടിക്ക്. രേണു കുടിക്കാനെടുക്കും. കുടിക്കപ്പ് എടുക്കണ്ട സാറേ, ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് മതി. എന്റെ പ്രതാപ, അത് ആ കുടി അല്ലടോ. അത് വല്ല നാരങ്ങ വെള്ളം അങ്ങനെയാവും. അത് നാരങ്ങ വെള്ളാണെങ്കിൽ എനിക്ക് ഉപ്പ് മതിട്ടാ. ഉപ്പൊന്ന് പറച്ചിലുള്ളോ, പഞ്ചാരി കൂടുതല്. മേഡത്തിന് അനുഭവം ഉണ്ടോ?
എന്റെ അടുത്ത് പഞ്ചാരിയും കൊണ്ട് ഒരു തവണ വരുള്ളൂ. കഷായം ഞാൻ കുടിപ്പിക്കും. ജോർജിന് ഷീനമ്മേടായിട്ട് എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. സാറെന്തൊന്നും മിണ്ടാതിരിക്കുന്ന? ഒന്നുമില്ലടോ, മോളെ അവിടെ പോയി, അവളൊന്ന് വിളിച്ചേ. പാർവതി മോളെ താങ്കൾ വിളിക്കും. പാർവതി, മോളെ എത്രയല്ലേ പഠിക്കണപ്പോ? 7th. 7th അല്ലേ? പാർവതി ഒന്ന് സ്ലിം ആയോ? ഒന്ന് ഉയരം വെച്ച പോലെ. ഇത് മതി മോളെ, വണ്ണൊന്നും വെക്കണ്ട. ഈ ആന്റിയെ പോലെ ആവണ്ട. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല സാറേ, ഞാൻ പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെ. ഷീന മേഡത്തിന് ഇപ്പൊ അത്ര വലിയ തടിയൊന്നും പറയാനൊന്നുമില്ല. കാണുക അത് നിൽക്കല്ലേ. മോനെന്താ ഇരിക്കേ? വാ ഇരിക്കുന്നേ, വന്നേ ഇരിക്കേ. ഇത്ര നാണൊക്കെ. പാറുട്ടി നല്ല സന്തോഷത്തിലാണല്ലേ? ഹാപ്പി ആവണ്ട ആന്റി. ഞാൻ ഇന്ന് എന്റെ അച്ഛനമ്മയുടെ ദിവസമല്ലേ. താങ്ക് യു. ഓ, ആ ദുരന്തം ഉണ്ടായ ദിവസല്ലേ? എന്തിനാ വന്നേന്ന് വല്ല ബോധമുണ്ട് അതിനൊക്കെ? തമാശ പറയാനൊക്കെ ഒരു പരിധി ഉണ്ട്. എന്ത് വർത്താനോട് താൻ പറയണത്? ഒരു കോമൺ സെൻസ് ഒക്കെ വേണ്ടേ? സോറി സാറേ, എന്തോ പറയാ. സോറി. സാരമില്ല ജോർജ്. അത് സാരല്ലിടോ, വിട്ടുകളാ. ഇന്നത്തെ മൂഡ് കളയല്ലേ. ജോർജ് ഒരു പാട്ട് പാടോ. നിനക്കുറങ്ങുവാൻ ചന്ദനക്കട്ടിലുണ്ട്, മെത്ത വിരിച്ച് താരാട്ട് പാടി നിന്നെയുറക്കാം ഞാൻ. നിന്റെ കണ്ണുകൾ നല്ല വണ്ടിണ പോലെ, എന്തൊരു ചന്തം എന്തൊരു ഭംഗി എന്റെ ഇണക്കുയിലേ. നിന്റെ പല്ലുകൾ നല്ല മുല്ല മുട്ടുപോൽ, എന്തൊരു ചന്തം എന്തൊരു ഭംഗി എന്റെ ഇണക്കുയിലേ. നിന്റെ അധരം നല്ല. ഒരു സെക്കൻഡ്. ഹലോ ഹലോ, ആ പറഞ്ഞോ. ആ അതെ, എപ്പോ? ഞാനൊരു ഫങ്ഷനിലാണ്. ശരി ശരി ശരി, ഞാൻ ഇപ്പൊ എത്താം സാറേ. അപ്പാപ്പൻ മരണപ്പെട്ടു. ഞാൻ പോയിട്ട് അതിനൊരു പോണം കേട്ടോ. പോയിട്ട് വരാം. ഫങ്ഷൻ ഭംഗിയാവട്ടെ. നമ്മളെവിടെയാ കേക്ക് കട്ട് ചെയ്യാനോടിയാ? കേക്ക് നമുക്ക് അവിടെ കട്ട് ചെയ്ത പോലെ. അവിടെ ഇതുവരെ അലങ്കാരപ്പണിയൊന്നും ചെയ്തില്ല മോളെ. ആ സാധനങ്ങളൊക്കെ എടുത്തു വന്നേ, ഇപ്പൊ ശരിയാക്കിരാ. ജോർജ് അത് തമാശക്ക് പറഞ്ഞതാട്ടാ, അത് കാര്യാക്കണ്ടാട്ടാ മേഡം. ഫുഡ് പുറത്തുനിന്നാ? ആ, ഇവിടെ അടുത്ത് നല്ലൊരു ഫുഡ് സെന്റർ ഉണ്ട്, ഫുഡ് കോർട്ട്, കാഞ്ഞാണിയിലുള്ളതേ. നല്ല ഫുഡ് അവിടുത്തെ. പരിപാടി ഒന്നുകൂടി കളറാക്കാൻ ഷീന മാഡത്തിന്റെ ഒരു പാട്ടായാലോ? വേണം. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൽ മഴവിൽ വേനഞ്ഞുത്തരാം. എനിക്കുള്ളിലേരെയുന്ന നറുതിരി വെളിച്ചത്തിൽ ഒരു തുള്ളി കവർന്നുത്തരാം. ഒരു സ്വർണ്ണത്തരയായി മാറി ഒരു കൊമ്പിൽ ചിലതുളുമ്പി ഞാൻ. കേക്ക് മുറിക്കാനുള്ള കത്തി ഇങ്ങോട്ട് കൊണ്ടുപോവാ. കത്തി അവിടെ ഉണ്ട്. കത്തി ഇവിടെ ഉണ്ടാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നന്ദു, രേണു. സാറേ ഫോട്ടോ എടുക്കും സാറേ. വാക്കുരുവികളെ കുരുവികളെ
നമുക്കിനി ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം, ഒരു സെൽഫി എടുക്കാം. വാ, വാ. ഓക്കെ, അവരാതിരിക്കട്ടെ. മോള് മാറുന്ന കപ്പിൾസ് നിന്നേ. നമുക്കൊരു ഗ്രൂപ്പ് സെൽഫി എടുക്കാം എല്ലാവർക്കും. മോള് കുറച്ച് കയറുന്ന കുറച്ച് ഫ്രണ്ടിലേക്ക്. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ല? നമുക്കൊരു സെൽഫി എടുത്താലോ? ഫുഡ് കഴിച്ചല്ലോ നമുക്ക്. രേണു, രേണു, നീ തുറക്കുന്നുണ്ടോ? രേണു, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതാ. ഡോർ തുറക്കാൻ. രേണു, രേണു, നീ തുറക്കുന്നുണ്ടോ? ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കാൻ. രേണു, എന്ത് പണിയാ നീ കാണിച്ചു? എടി രേണു, ഭ്രാന്ത് പിടിച്ച തൊട്ട് പോരുത് നിങ്ങൾ എന്നെ. പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കില്ല. എന്ത്? ഞാനെന്നെ കണ്ടോണ്ട് കണ്ടു. ഇതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായോ മോളെ? കണ്ടതൊക്കെ ഞാൻ പറയണാ. ഇവിടെ കണ്ടതൊക്കെ പറയണോന്ന്. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? നീ നിങ്ങൾ അതുകൂടി പറഞ്ഞിട്ടാക്കിക്കോ. എന്നാലല്ലേ ഈ മാതിരി പെണ്ണുങ്ങളായിട്ട് അഴിഞ്ഞാടാൻ പറ്റുള്ളൂ. ഇതിന് മറുപടിയായി ഞാൻ പറയണില്ല സാറേ, ഞങ്ങൾ പോകും. ഇതൊരു തരം പോസസീവ്നെസ് ആണ് കേട്ടോ, വളരെ ടോക്സിക്. ഇത് ഒരു തരം സൈക്കോണ്. ഇതിനെ ചികിത്സ തന്നെ വേണം. ഞാനൊരു സ്ത്രീയാ. സാറിന്റെ കാര്യം ആലോചിക്കുമ്പോ നന്ദകുമാരെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പളുങ്ക് പാത്രം പോലെയാണ്. അത് പൊട്ടാതെ ഉടയാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ആണുങ്ങളുടെ കടമയാണ്. ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇവർ നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. ഇതൊക്കെ സ്നേഹത്തിൻ്റെ പുറത്ത് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ പറ്റുക, ഇതിലും നല്ലൊരു കാര്യം ഈ ഭൂലോകത്ത് വേറെ ഇല്ലടോ. താനൊന്ന് ശ്രമിക്കുക, എന്നിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കുക. ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങളൊരു സെൽഫി എടുത്തതിൻ്റെ പേരിലല്ലേ നീ കാട്ടിക്കൂട്ടിയത്? ഷീനമ്മയുടെ ആരാന്ന് എനിക്കറിയോ? ഞാനന്ന് ഹോസ്പിറ്റലിൽ അത്രയും വയ്യാണ്ട് എടുക്കുമ്പോൾ അവളെ ബ്ലഡാ എൻ്റെ ഈ ശരീരം മൊത്തവും. എനിക്ക് അവൾ സ്വന്തം പെങ്ങളെ പോലെ. അല്ലാതെ സ്നേഹത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. സോറി ഏട്ടാ. എല്ലാം ഉണ്ടായിട്ടുണ്ട് കാര്യം. മനസ്സിന് സ്വസ്ഥയില്ലെങ്കിൽ കഴിഞ്ഞില്ല കാര്യം. പറഞ്ഞു തോന്നില്ല. ഹലോ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ കട്ടക്കാലപ്പിലാണല്ലോ. എന്ന് തന്നെ സ്ഥിതി. ഓഫീസ് വിട്ട വീട്, വീട് വിട്ട ഓഫീസ്. ഒരു സ്വാതന്ത്ര്യമില്ല. എന്റെ വൈഫ് ഇങ്ങനെ ഇത്രയും പോയില്ലട്ടാ. ഒരു പരിധി വരെയൊക്കെ ഞാൻ നിന്ന് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത്ര ഒന്നും ഇല്ലട്ടാ. ഇത് ചിലപ്പം കൂടുതലാ. അല്പല്ല, ഭയങ്കര കൂടുതലാ. തീരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാണ്ടായി. ഒരു കോൾ വന്ന പോലും ഭയങ്കര അംശം.
ജീവിതത്തിൽ ഇത്ര ആത്മാർത്ഥം അടിക്കുന്നത് നീ ഇങ്ങനെ വിഷമില്ലാണെന്നോ സത്യം പറഞ്ഞ വിഷമമുണ്ട്. ജീവിതമല്ലേ ഇട്ട് കളയണ. ശരി കാണാം. ഓക്കെ. അമ്മേ 7:15 കഴിഞ്ഞു. 7:00 പ്രോഗ്രാം. നമുക്ക് പോവാ. എന്റെ കഴിഞ്ഞു. നീ അച്ഛനെ വിളിക്കടി. പറു ഇന്ന് അമ്പലത്തിലെ ഡാൻസ് അടിപൊളിയാക്കണം കേട്ടാ. ആരാ നോക്കിയടി? അത് തറവാട്ടിന്നാണ് അമ്മേ. എടുക്കണ്ട. അവിടുന്നുള്ള ഒരു കോൾ ഇവിടെ എടുക്കണ്ട. ഓ എൻ്റെ വീട്ടിൽ നിന്ന് കോള് വരുമ്പോൾ മാത്രമുള്ളല്ലോ നിനക്ക് ഈ കുത്തിക്കഴപ്പ്. നിങ്ങളുടെ വീട്ടുകാർ അത്ര ചെറ്റകളാ. ഈ പറയുന്നത് നിന്റെ മോന്തടിച്ച് പൊട്ടിക്കാ വേണ്ടേ. ഇങ്ങോട്ട് വായോ തന്നെ അടിക്കാനായിട്ട്. ജയിലിൽ എടുക്കാനേ മോന് നല്ല യോഗ ഉണ്ടാവും. തുടങ്ങിയ രണ്ടുപേരും അമ്പലത്തേക്ക് പോവാൻ പറ്റോ? മിണ്ടാണ്ടിരിക്കലോടെ കാരണന്മാര് സംസാരിക്കുമ്പോ മോന്തി അടിച്ചു പരത്തി ഞാൻ. വീട്ടിൽ നിന്ന് ഒരു കോള് വന്നപ്പോൾ നിന്റെ സമ്മതം വേണം. സമ്മതം വേണം. എന്റെ സമ്മതം ഇല്ലാണ്ട് ഒന്നും ഇവിടെ നടക്കില്ല. വിളിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞ. എന്റെ സ്വഭാവം അറിയാലോ. വെറുതെ ധരിപ്പിക്കണ്ട. ഒരു സമാധാനം തരൂലല്ലോ പണ്ടാരം. നിങ്ങളുടെ സമാധാനക്കേട് എനിക്കറിയാം. അത് അവളില്ലാത്തതിന്റെയാ. നീ കൊറേ നാളായിട്ട് ചലിക്കുന്നുണ്ടല്ലോ. അവൾ എന്ത് തെറ്റാ ചെയ്തേ? എന്റെ കല്യാണത്തിന്റെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവൾ ആള് കസുകാന്നുള്ളത്. അമ്മാവന്റെ മോളാണെന്നൊക്കെ ശരി, എന്നാലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എടി എന്ത് നടന്നു നീ പറയുന്നത്? എത്ര വർഷം മുമ്പ് നടന്ന കാര്യം അത്. അവളെ കല്യാണം കഴിഞ്ഞു, അവൾ ഗൾഫിൽ പോയി. സ്വന്തം പെങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റില്ല. നിനക്ക് എന്ത് പറയാനാ? ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ അത്ര പൊട്ടത്തിന്നല്ലേട്ടാ. ഏത് എരണം കെട്ട നേരത്തെ നിന്നെ കേട്ടോ തള്ളിനെ നീ വിവരം നേടോ. ഞാൻ അപ്പഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നാ. എന്ത് പറഞ്ഞു? പൊട്ടത്തിന്നല്ലേട്ടാ. കൊച്ചവിടെ ഇരിക്കാനില്ലേ? എന്ത് തുടങ്ങിയത്? പ്രഭാകരേട്ടൻ പുറത്തേക്ക് പോയിക്കാ. കയറി വാങ്ങേട്ടാ വരോ? രാജന ആ മുകളിലുണ്ട്. കളിച്ചാ കളിച്ചാ കളിച്ചാ.
ഗംഗാര പണ്ടത്തെ കാലത്താണെങ്കിൽ കുംഭമേളയ്ക്ക് ഞാൻ എപ്പോഴേ പോയാനെ. ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നല്ല, പക്ഷേ പ്രഭാകരൻ സമ്മതിക്കില്ല. അവൻ എന്നെ ഭയങ്കര കാര്യമാണ്, ഒരു സ്ഥലത്തേക്ക് വിടില്ല. ഇപ്പൊ കുംഭമേളക്കൊന്നും പോകാൻ പറ്റില്ല, ഭയങ്കര തിരക്കാ. ഇവിടെ വീണ്ട തെക്കേല് അരവിന്ദാണ്ട് മക്കള് പോവാൻ നോക്കിയതാ, ടിക്കറ്റ് കിട്ടാനില്ല. ഓ, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കി 49,000 രൂപ പറയണേ. എങ്ങനെ സാധാരണക്കാർക്ക് പോവാൻ പറ്റും? മോനെ, എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. ചാവണേന് മുന്നേ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നു തോന്നിയിരുന്നില്ല. നീ എന്നെ അമ്മാന്നൊന്നും വിളിക്കണ്ട, അത്ര കാലായിടാ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട്. എൻ്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ. എന്റെ മോന് സുഖല്ലടാ പൊന്നുമുത്തൻ. സുഖാണോ? സുഖം. അച്ഛനമ്മ? അച്ഛൻ പുറത്തേക്ക് പോയിക്കാ. പോവാ. ഇല്ലട മുത്തേ, ഇന്നെ അങ്ങനെ മറക്കാൻ പറ്റൂടി മുത്തേ. എത്ര നാളായി ഏട്ടൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? ഒന്നും പറയണ്ട മോളെ, ഏട്ടൻ്റെ അവസ്ഥ അത്ര മോശമായതുകൊണ്ട് വരാൻ പറ്റാ. ടീച്ചറെ, ഇതാ എന്റെ ചേട്ടൻ, ഞാൻ എപ്പോഴും പറയാറില്ലേ. അതെനിക്ക് മനസ്സിലായി. ഭാഗ്യവനായ ചേട്ടനാട്ടോ താൻ. ചേട്ടനെ കുറിച്ച് പറയാനാ നേരമുള്ള കുട്ടിക്ക്. അവരങ്ങനെ വളർന്നു വന്ന കുട്ടികളല്ലേ ടീച്ചറെ. പറയുമ്പോ ഒന്നും തോന്നരുത് മോനെ. കടയ്ക്ക് വെള്ളം ഒഴിച്ചാലേ തല പൊടിക്കൂ, അതാരും മറക്കരുത്. അതുമല്ല, ഡൽഹിയില് ട്രെയിൻ അപകടം കണ്ടില്ലേ, 18 പേരാണ് മരിച്ചത്. ഇനിയുള്ള കാലത്ത് മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് അത് മതി. കുട്ടമോന്റെ ശബ്ദല്ലേ? കുട്ടമോനെ, കുട്ടമോനെ, എത്ര നാളായിടെ കണ്ടിട്ട്. സുഖല്ലേ ചേച്ചാ? നീ ഇല്ലാതെ എന്താണ് സുഖം? ഇത്ര നാളെ നിനക്ക് സുഖല്ലടാ? എനിക്ക് സന്തോഷായില്ലേ ചേട്ടൻ വന്നില്ലേ? ആ, ഇവളെന്നും നിന്നെപ്പറ്റി പറയും. എല്ലാ ദിവസവും ഇവൾക്ക് നിന്നെപ്പറ്റി പറയാനേ സമയമുള്ളൂ. മോനെ, നിന്നെപ്പറ്റി പറയാത്തൊരു നേരമില്ല അച്ചാച്ചന്. എന്ത് പറഞ്ഞാലും അവസാനം ഒരു കുട്ടമ്മ. ഇങ്ങനെയുണ്ട് അച്ചാച്ചനും മോനും. നീ എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്? എവിടെ താമസിക്കുന്നത് ഞങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. ഫോൺ വിളിക്കാൻ പോലും എന്റെ മോന് പേടിയാ. ആരെ പേടി? അവളെ തന്നെ, അവന്റെ ഭാര്യനെ തന്നെ. അമ്മയ്ക്ക് അറിഞ്ഞോടെ പ്രശ്നങ്ങള്, ഞാൻ എന്ത് ചെയ്യാനാ? പോയി ചാവടാ, അതാ അതിനേക്കാളും ഭേദം. ഒരു മുടം കയറി ചെലവാക്കി തൂങ്ങി ചാവുതി. നാണല്ലോ തന്നെ. നീ എന്ത് വർത്താനം പറയണ? എത്ര നാട് കൂടിയിട്ടാണ് എന്റെ മോനെ ഇങ്ങോട്ട് കയറി വന്നത്. ഇങ്ങനെ പോകുന്ന അവന്റെ ആരോടെയുള്ളത്? മോനെ, വേണം മോളും എന്ത് പറയണടാ? സുഖാണോ ചേച്ചാ? അത് പോയ ഓ, പെണ്ണിന്റെ സുഖം തേടി പോകുന്നവർക്ക് സുഖ, ബാക്കിയുള്ളവരൊക്കെയല്ലേ കണ്ണീരൊഴുക്കുന്നത്. അവർക്ക് അവരുടെ ലോകം. ആ ലോകത്ത് ഉണ്ടാക്കിയ അച്ഛനുമില്ല, പെറ്റ അമ്മയില്ല, പിന്നെ എന്താ സഹോദരങ്ങള്. മോളെങ്ങോട്ട് വന്ന് നീ ഇവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിങ്ങട്. നീ ഇറങ്ങിപ്പോയതിനു ശേഷം എന്റെ മോളുടെ കണ്ണീര് വീഴാത്തൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല ഈ വീട്ടില്. നീ എവിടെ പോയി പൊന്നുമാരി പിടിച്ചാലും തീരണോ? അത്ര കർമ്മദോഷം നീ വീട്ടിൽ നിന്ന് മേടിച്ച് വെച്ചിരുന്നത്.
ഓർക്കേണ്ടത് ഞാനല്ല, നിന്നെ 10 മാസം ചുമന്ന് ഈ നിലയിലേക്ക് എത്തിച്ച വയറട്ടവിടെ ചെല്ല്, ആക്കിലേക്ക് ചെല്ല്, സാഷ്ടാംഗം വീണ് നീ നമസ്കരിക്ക്. അവള് പൊറുത്താല് നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്റെ ജീവിതം കഴിഞ്ഞു. ഓർക്കണം ഞാൻ ചെയ്തതിനൊക്കെ എന്നോട് പൊറുക്കണം. ചേട്ടാ എന്താ വേണ്ടേ? ചേട്ടാ കീടനാശിനി ഉണ്ടോ? ഉണ്ടല്ലോ. കീടനാശിനി എന്ത് കീടനാശിനി വേണ്ടേ? ഈ കുരുടാനുണ്ടോ? അയ്യോ, ഫുഡാണ് നിരോധിച്ചൊരു കീടനാശിനിയാണ്, അത് തരാനുണ്ടാവില്ല. എന്താ നിങ്ങൾ ആവശ്യം വെച്ചാൽ പറയൂ. നന്ദകുമാറുണ്ട് ഇവിടെ. ആ കൃഷ്ണേട്ടനാ? അന്ന് ലീവാ നീ? ആ അന്ന് ഞാൻ ലീവ് എടുത്തു, വീട്ടിൽ കുറച്ച് പണിയുണ്ടേ. ശരി കേട്ടാ. ആ ശരി എന്നാ. ചേട്ടാ ചീരക്കുള്ളത് ഒരു ലൈറ്റ് ഡോസ് വരുന്നു. ഞാൻ പിന്നെ ലൈറ്റ് ഡോസ് തരാം. പിന്നെ ഒരു
കൺമൂടുകയോ പിൻവാങ്ങുകയോ നിന്നാളുകയോ എൻ ദേഹമിതോ സ്വന്തമീ വീടും ബന്ധങ്ങളും നാടും കൺകണ്ടോര വേണ്ടവരും നിറക്കണ്ണുകളോടെ യാത്രയേകുന്നു വിട ചൊല്ലുമി വേളയിലും ഞാൻ ചിതയിലുരുകു